ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 5-ാം തീയതി വൈകിട്ടാണ് കേട്ടോ. നമ്മൾ പഴനി സ്വാമീനെയൊക്കെ തൊഴുതു, മുരുകൻ സ്വാമീനെയൊക്കെ തൊഴുതിട്ട് നേരെ ശ്രീരംഗത്തേക്ക് വന്നാണ്. ഇതാണ് ശ്രീരംഗം, ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം. നമ്മൾ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഭഗവാന്റെ ഗജവീരന്മാരെ കാണാൻ പറ്റി കേട്ടോ. ഒരാളെ കണ്ട് നമ്മൾ നേരെ അമ്പലത്തിനടുത്തേക്ക് നടക്കുമ്പം നടേൻ്റെ അടുക്ക് എത്തിയപ്പം രണ്ടാമത്തെ ആളും ഭഗവാന്റെ അടുത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം രണ്ടുപേരെയും നമുക്ക് കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം കേട്ടോ. ആനേനെയൊക്കെ എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് മടുക്കില്ല അല്ലേ? എന്താണെന്നറിയില്ല, കാണുമ്പം തന്നെ മനസ്സിന് ഒരുപാട് കുളിർമ നൽകുന്ന ഒരു കാര്യമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണ് കേട്ടോ. ഭംഗിക്ക് പുറമെ നമ്മളെ ശരിക്കും അതിശയിപ്പിക്കും. കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇത്തരം എന്താ പറയുക, കരിങ്കല്ലിലൊക്കെ കൊത്തി ഇത്ര ചിത്രപ്പണികളും കാര്യങ്ങളും പെയിൻറ്റിങ്സും ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെയൊരു ക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ എത്ര ആളുകൾ എത്ര വർഷം കൊണ്ടായിരിക്കും ഇത് പണിതിട്ടുണ്ടാവുക. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്ത് 7 കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 7 മതിലുകളോട് കൂടിയാണ് ഈ മഹാവിഷ്ണു ക്ഷേത്രം. ഇത് ഇന്ത്യയിൽ തന്നെ വലിപ്പത്തിൽ 1-ാം സ്ഥാനത്താണ്. അനന്തശയന രൂപത്തിലുള്ള ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കാവേരി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം. നമുക്ക് അനന്തശയന രൂപത്തിലുള്ള വിഷ്ണു ഭഗവാനെ നമുക്ക് ഭഗവാന്റെ തൊട്ടടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് പൊതുവേ നമ്മളുടെ ക്ഷേത്രങ്ങളിലൊന്നും വിഗ്രഹത്തിന് അത്ര അടുത്തേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭഗവാന് ചാർത്തിയൊരു തുളസിമാലയും എനിക്ക് കിട്ടി. ഒരു പ്രസാദവും മേടിച്ചു. ഗണപതി ഭഗവാനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം. തെക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ. ഇത്തരം പ്രതിഷ്ഠ വളരെ അപൂർവമാണ്. 21 ഗോപുരങ്ങളുള്ള ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യ കൊണ്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഇതുപോലെ വലിയൊരു കുളമുണ്ട്. ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തി. പുറത്ത് ഇതുപോലെ വലിയൊരു കുളമുണ്ട്. നല്ല ഭംഗിയായിട്ട് അവരത് സംരക്ഷിച്ചിട്ടും ഉണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് വേസ്റ്റോ കാര്യമോ ഒന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് അത് സംരക്ഷിച്ചിട്ടും ഉണ്ട്. അങ്ങനെ നേരെ പുറത്തേക്ക് പോയ സമയത്ത് നമ്മൾ കുതിരേനെ കണ്ടു കേട്ടോ. കുറച്ച് ദൂരെയാണ്. ഇതിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ കുതിരേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളുടെ 15-ാമത്തെ വിവാഹ വാർഷികമായിരുന്നു കേട്ടോ. അപ്പം ഈ നല്ലൊരു ദിവസം നമുക്ക് ഈ ക്ഷേത്രത്തിൽ വരാനും ഭഗവാനെ തൊഴാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും നന്നായിരിക്കട്ടെ, സന്തോഷം.